70% ഗ്ലോബൽ എമിഷൻസും വെറും 3% ലാൻഡ് മാസിൽ നിന്നാണ്. അതെ, ഞാൻ പറഞ്ഞത് നമ്മുടെ നഗരങ്ങളെക്കുറിച്ചാണ്. 3% വരുന്ന നമ്മുടെ സിറ്റീസിൽ നിന്നാണ് ലോകത്തിലെ 78% എനർജി കൺസംഷനും 70% ഗ്ലോബൽ എമിഷൻസും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ക്രൈസിസിന് സിറ്റീസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്ലൈമറ്റ് ക്രൈസിസിന് ഒരു സൊല്യൂഷനും സിറ്റീസ് തന്നെയാണ്. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം സിറ്റീസിന്റെ റാപ്പിഡ് ഗ്രോത്ത് ഒരു യൂണിക് ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലൈമറ്റ് സൊല്യൂഷൻസ് റിഫൈൻ ചെയ്യുന്നതിന്, സ്കെയിലപ്പ് ചെയ്യുന്നതിന് ഒരു ബെസ്റ്റ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആണ് സിറ്റീസ് എന്നാണ് പറയപ്പെടുന്നത്. സോ സിറ്റീസ് നെറ്റ് സീറോ ആക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? 1. എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ്. ഇന്ത്യയുടെ റാപ്പിഡ് അർബൻ പോപ്പുലേഷൻ ഗ്രോത്തിന് പുതിയ ബിൽഡിംഗ്സ് എനർജി എഫിഷ്യന്റ് ആയിട്ടും പഴയ ബിൽഡിംഗ് റിട്രോഫിറ്റ് ചെയ്ത് എനർജി എഫിഷ്യന്റ് ആക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2. ക്ലീൻ എനർജി. സോളാർ, വിൻഡ് പോലുള്ള ക്ലീൻ എനർജി സിസ്റ്റത്തിലൂടെ നമുക്ക് ഫോസിൽ ഫ്യൂവൽസിന്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യയുടെ കറണ്ട് എനർജി പോളിസി എയിം ചെയ്യുന്നത് 2030 ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 50% റിന്യൂവബിൾ എനർജി സോഴ്സിലോട്ട് മാറ്റും എന്നുള്ളതാണ്. 3. സ്മാർട്ട് എനർജി ഇൻഫ്രാസ്ട്രക്ചർ. എഫിഷ്യന്റ് ആയിട്ടുള്ള പവർ ജനറേഷൻ, മൈക്രോ ഗ്രിഡ്, എനർജി സ്റ്റോറേജ്, അതുപോലെ തന്നെ സ്മാർട്ട് മീറ്റേഴ്സ് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എൻഹാൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എനർജി എഫിഷ്യന്റ് ആകാൻ സാധിക്കും. 4. ഡീകാർബണൈസിംഗ് ട്രാൻസ്പോർട്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടും മെട്രോ തുടങ്ങിയവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തും നമുക്ക് ട്രാൻസ്പോർട്ട് സെക്ടറിലെ എമിഷൻസ് കുറയ്ക്കാൻ സാധിക്കും. 5. സർക്കുലർ അർബൻ എക്കോണമി. റീയൂസും റീസൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് കൺസംഷൻ ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും.